ഇല്ല വരും വരും നമുക്കടുത്ത് ഇപ്പൊ കുറെ പേര് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. വന്നിട്ടോ തിരക്കിനിടയിൽ ചിലപ്പോ എത്തിയിരിക്കും. പറയാ അറിയിക്കാം കേട്ടോ. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആഘോഷ പരിപാടികളൊന്നുമില്ലാതെ തികച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജന്മദിനാഘോഷമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ജോൺ ബ്രിട്ടോസ് മന്ദിരത്തിലെ നിവാസികളും അവരും ഒക്കെ വലിയ സന്തോഷത്തിലാണ് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിലും. കേക്ക് മുറിക്കാനൊക്കെ കഴിഞ്ഞാലുള്ള വലിയ സന്തോഷമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പദ്ധതിയിടുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ രാവിലത്തെ അഗതി മന്ദിരത്തിലെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് തെരുവിലുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒപ്പം നാളെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഒഴിവാക്കുന്നില്ല. തികച്ചും സന്നദ്ധ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാത്രമാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ മമ്മൂക്കയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമല്ലേ? അപ്പൊ മമ്മൂക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മമ്മൂക്കൻ പ്രാർത്ഥിക്കരുത്. മമ്മൂക്ക ലോകമെമ്പാടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ മമ്മൂക്ക എന്താ ഓക്കെ ഇല്ല വരും വരും. മമ്മൂക്കയുടെ അടുത്ത് ഇപ്പൊ കുറെ പേര് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്.